സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനാ ചേച്ചി സോറി പറയുന്നത്? എനിക്ക് വേണ്ടിയല്ലേ ചേച്ചി ഇങ്ങനെ ചെയ്തേ? അതാണ്, സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല ചേട്ടായി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ, എന്ത് വേണേലും ചോദിച്ചോളൂ. നേരത്തെ റോഡിൽ വെച്ചേ ഞാൻ വരുന്നു അറിഞ്ഞു ചേട്ടായി പറഞ്ഞു. അതെ, പറഞ്ഞു. ഇപ്പൊ അഗസ്ത്യാർ മഠത്തില് കൃഷ്ണമാമയും ഏട്ടന്റെ അച്ഛനും അമ്മയൊക്കെ വന്നു ഞാൻ പറഞ്ഞിട്ടും ചേട്ടായിക്ക് ഒരു ഞെട്ടലുണ്ടായില്ലല്ലോ. ഇല്ല, ഞാനെന്തിനു ഞെട്ടണം? അതെന്താ ഞെട്ടാഞ്ഞ്? ഞെട്ടാത്ത എന്താന്ന് ചോദിച്ചാ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളല്ലേ. ഇതെങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ചോദിച്ചത്. ആരാ ഇതൊക്കെ ചേട്ടായി അപ്പ അറിയിക്കുന്നെ? എന്താ ചോദിച്ചു കേട്ടില്ലേ? അത് പിന്നെ എനിക്ക് എന്തോരം ഫ്രണ്ട്സ് ഉള്ളതാ അവിടെ, പലരും വിളിച്ചു പറയും. നീ അതും പറഞ്ഞ് സമയം കളയാതെ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് വന്നേ. അക്കാഡമി പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാം, ലാസ്റ്റ് ഡേറ്റാ. ശരി, ഞാനിപ്പോ വരാം. എനിക്ക് മനസ്സിലായി. എന്ത്? എല്ലാം എനിക്ക് മനസ്സിലായി. അയ്യേ, എന്താ മോളെ, എന്താ ഉണ്ടായത്? ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു കൃഷ്ണങ്കിൾ. തിരിച്ചു പോകാൻ തീരുമാനിച്ചെങ്കിൽ അങ്കിളിനൊന്ന് വിളിച്ചു പറയണ്ടേ മോളെ? ഇവിടുന്ന് മാനേജർ വിളിച്ചു പറഞ്ഞിട്ടാ ഞങ്ങൾ അറിഞ്ഞത്. വിളിച്ചു പറഞ്ഞിട്ടേ ഞാൻ പോളൂ. ഞാൻ എല്ലാം ഒന്ന് ഒതുക്കുകയായിരുന്നു. അത് വിട്. ഇപ്പൊ പോവാൻ തീരുമാനിക്കാനുള്ള കാരണമാണ് ഞാൻ ചോദിച്ചേ. അമ്മയ്ക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒട്ടും പറ്റുന്നില്ല അങ്കിൾ. അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നു. എനിക്ക് നല്ല പേടിയുണ്ട്. നോക്ക്, ഫിക്സ് വരുന്നതൊക്കെ അസുഖം മാറുന്നതിന്റെ ലക്ഷണമാ. ഇവിടത്തെ മരുന്നിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശരീരം നന്നായിട്ട് തന്നെ പ്രതികരിക്കും. അതിനെ അതിജീവിച്ചാണ് സൗഖ്യത്തിലേക്ക് വരുന്നത്. അതുവരെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. വേണ്ടെങ്കിൽ അത്രയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് നല്ല ഭയമുണ്ട്. മോളുടെ ഹസ്ബൻഡ് എന്ത് പറഞ്ഞു? ഹസ്ബൻഡിനും ഇതേ അഭിപ്രായമാണ്. പുള്ളിയെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് നാട്ടിലേക്ക് പോവാൻ. ഒരു കാര്യം ചെയ്യ്, പുള്ളി ഒന്ന് ഡയൽ ചെയ്താ ഞാൻ സംസാരിക്കാം. ഇനി ഒന്നും വേണ്ട, തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ മാറ്റമില്ല. എന്തായാലും ഞങ്ങൾ പോവും.
ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. നമ്മൾ ചിന്തിക്കുന്ന പോലുള്ളൊരു സ്ഥലമല്ല ഇത്. ഗുരുജി ഒരാളെ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഭേദമാക്കിയിരിക്കും. മാഡത്തിന്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. ആയിരിക്കാം, പക്ഷെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആ ദുഃഖം എന്റെ ജീവിതത്തിൽ നിന്ന് മാറില്ല, മരണം വരെയും. അമ്മയ്ക്കൊന്നും പറ്റില്ല. അസുഖം ഭേദമായിട്ടായിരിക്കും അമ്മ ഇവിടുന്ന് തിരിച്ചു പോവുക. അങ്കിള് പറയുന്നത് മോളൊന്ന് കേൾക്ക്. വേണ്ട ആന്റി, അത് പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഇനി മാറ്റുന്നില്ല. മോളെ, ഇതൊരു വാശിയാ. മോളെ കാര്യത്തിൽ വാശി കാണിക്കരുത്. മാഡത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. അനുസരിക്കും മോള്. അനുസരണക്കേട് കാണിച്ചതല്ല, അമ്മയുടെ നന്മ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്കിളിന് അമ്മ ഒരു ഫ്രണ്ട് മാത്രമാണ്. എനിക്ക് എന്റെ അമ്മയാണ്. ഒരു മകളോളം വരില്ലല്ലോ ഫ്രണ്ട്. എനിക്ക് എന്റെ അമ്മയെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നത്. അഗസ്ത്യാർ മഠത്തെക്കുറിച്ച് മോള് തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം. പ്ലീസ് അങ്കിൾ, ഇനി എന്നെ നിർബന്ധിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ഏട്ടാ വേണ്ട, ഇനിയൊന്നും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല ശ്രീദേവി, മാഡത്തിന് നല്ല മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ അങ്കിൾ, വേണ്ട. റിസ്ക് എടുക്കാൻ വയ്യ എനിക്ക്. പ്ലീസ്, ദയവേദി ഇനി എന്നെ നിർബന്ധിക്കരുത്. മോളെ, ഞാൻ യാചിക്കുക നിന്നോട്. അച്ഛാ, എന്തായി കാണിക്കുന്നെ? ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞ പിന്നെന്തിനാ നിർബന്ധിക്കുന്നെ? അതല്ല മോളെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാ. മതി, അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കാണോ ഇത്ര അത്യാവശ്യം? അച്ഛൻ ഇങ്ങോട്ട് വന്നേ. മോൾക്ക് ഇവിടുത്തെ ചികിത്സയെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് പറയുന്നതാ. അറിയാത്തതുകൊണ്ടല്ല, ഇത് മനസ്സിലാക്കില്ല എന്നുള്ള വാശിയാ. മനസ്സിലാകാത്തവരെ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാ മനസ്സിലാക്കില്ല എന്ന് വാശിയുള്ളവരോട് എത്ര വട്ടം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. വാ, നമുക്ക് പോവാം. മോളെ വൈക, അച്ഛനോട് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? മതി, ഇനി ആരെയും ഒന്നും മനസ്സിലാക്കണ്ട. വാ ഇങ്ങോട്ട്, വാ. നിങ്ങളൊന്നും പറഞ്ഞാ പഠിക്കില്ല. അനുഭവം കൊണ്ടേ പഠിക്കൂ. പഠിച്ചോളൂ. എന്താ അമ്മേ ഞാൻ ചെയ്യേണ്ടത്? അമ്മ തിരിച്ചുകൊണ്ടുപോകണമെന്നാ കാർത്തിക പറയുന്നത്. എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത്. നമുക്ക് തിരിച്ചു പോവാമേ, അതല്ലേ നല്ലത്?
പോവാം. അത് തന്നെയാ തീരുമാനം. തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ഒരു നിമിഷം പോലും ഇവിടെ വൈകിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്റെ ജീവിതമായിരിക്കും ഇവിടെ തീരുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ ഇത്രയും മതി. ആപ്ലിക്കേഷൻ ഓൺലൈനിലാണ് ഇടുന്നത്. പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ? എന്താ സർ? അന്ന് കോച്ചിങ്ങിന് ചേരണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നത് വളരെയധികം ആഗ്രഹത്തോടു കൂടിയാണ്. പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് പിന്മാറിയത്? ഇതിപ്പോ ആപ്ലിക്കേഷൻ ഓൺലൈൻ ചെയ്യുന്നത് പോലും അവസാന ദിവസം വരെ കാത്തിരുന്നിട്ടാണ്. ഇത്തവണ അപ്പിയർ ചെയ്യേണ്ടെന്നായിരുന്നു കരുതിയത്. അതൊരു മണ്ടത്തരമല്ലേ സുന്ദരി? സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒറ്റത്തവണ കൊണ്ട് സിവിൽ സർവീസ് കടമ്പ പാസ്സായവരുടെ എണ്ണം വളരെ കുറവാണ്. വെറുതെ അപ്പിയർ ചെയ്തിട്ടും കാര്യമില്ല. കഠിനമായ പരിശ്രമം, അതാണ് സിവിൽ സർവീസിന്റെ പ്രധാന കാര്യം. എത്രയും വേഗം കോച്ചിങ്ങിന് ചേരാൻ നോക്കണം. ചേർക്കാം സാർ, ഒട്ടും വൈകാതെ തന്നെ ചേർക്കാം. ഓക്കെ, ഇനി സമയം കളയാതെ ഈ നിമിഷം തന്നെ തുടങ്ങിക്കോളും. എങ്കിൽ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോളൂ. ബാക്കി കാര്യങ്ങളിവിടെ ഓഫീസിൽ ചെയ്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വന്ന കാര്യം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ കയറണം, നല്ല വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കണം. ഓ, എന്താ വിശപ്പ്. ഭക്ഷണമൊക്കെ കഴിക്കാം. നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാൻ ചേട്ടായി. ആ, വീട്ടിൽ ചെന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? കേറി കേറി കേറി. ഈ ചേട്ടായുടെ ഒരു കാര്യം,
എന്ത് പറഞ്ഞാലും കഴിക്കുന്ന കാര്യം മാത്രമേ ഉള്ളോ? പിന്നല്ലാതെ. അതെ, വീട്ടിൽ ചെന്ന് ബാഗ് എടുക്കണം, എന്നിട്ട് എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നാ മതി. എന്നിട്ട് ചേട്ടായിക്ക് കഴിക്കാം. ബസ് സ്റ്റാൻഡിലാക്കി തരാനോ? എവിടെ പോന്നു? അത് നല്ല ചോദ്യം. എനിക്ക് അഗസ്ത്യാർ മഠത്തിലേക്ക് തിരിച്ചു പോണ്ടേ? എന്റെ പെങ്ങളെ, അവിടെ നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഒരു ദിവസം ഇവിടെ നിക്ക്, എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് പതുക്കെ നാളെ എങ്ങനെ തിരിച്ചു പോവാം. അത് പറ്റത്തില്ല. വൈകാ മേഡം അവിടെ ഒറ്റയ്ക്കാ. ഞാൻ ചെന്നേ പറ്റൂ. ഒരു കാര്യം ഏറ്റിട്ട് പാതി വഴിക്കാക്കിട്ടാ പോകുന്നത്. തിരിച്ചു പോണോ എനിക്ക്? ഓക്കെ, തിരിച്ചു പൊയ്ക്കോ. ആദ്യം അങ്ങോട്ടൊന്ന് വിളിക്ക്. വരികയാണെന്ന് പറ വൈകിയോട്. എന്തിനാ ചേട്ടായി വിളിക്കുന്നത്? ഒന്നാമത് അവിടെ റേഞ്ച് ഇല്ലാത്ത സ്ഥലവാ. വിളിച്ചാ കിട്ടേയില്ല. ചേടാ, ഒന്ന് വിളിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ആഗ്രഹം വഴിമുട്ടി. എന്നാ നമുക്കൊരു കാലി ചായ കുടിക്കാം. ഒരേ ഒരു കാലി ചായ. അതിന്റെ കൂടെ പെങ്ങളുട്ടിയുടെ മാഡത്തെയും വിളിക്കാലോ. ശരി, സമ്മതിച്ചു. ചായ കുടിക്കാം, വിളിക്കുകയും ചെയ്യാം. പ്രശ്നം തീർന്നില്ല. അതാണ് എല്ലാം ഓക്കെ. എന്നാ വാ, നമുക്കിതാ അവിടെ നിന്ന് ചായ കുടിക്കാം. വാ. ശരി. ഇവിടെ കൂടെ ഒന്ന് ഒപ്പിടണേ. ഈ ഫോം കൂടി ഒന്ന് ഫില്ല് ചെയ്തോളൂ. ആന്റിക്ക് വേഗം സുഖമാവണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞാൻ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ആന്റിയെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? രോഗം ഭേദമാക്കാൻ. അത് എപ്പോഴത്തേക്കാണെന്നറിയോ? അതേ, ആന്റിക്ക് അസുഖം ഭേദമാവണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതെന്തിന്? എന്റെ കുഞ്ഞിനെ ലാളിച്ച് വളർത്താൻ എനിക്കൊരു അമ്മുമ്മയെ വേണം. അതാരാ? ആന്റിയാ അത്. വൈകെ ആന്റി എങ്ങനെ വളർത്തിയോ അതുപോലെ എന്റെ കുഞ്ഞിനെ വളർത്തണം. പക്ഷേ അതിനെനിക്ക് കുഞ്ഞു വേണ്ടേ? അമ്മ എന്റെ പാസ്റ്റൊക്കെ അന്വേഷിച്ച് നടന്ന എങ്ങനെ കുഞ്ഞുണ്ടാവാനാ? അതുകൊണ്ട് എന്റെ കുഞ്ഞ് ജനിക്കുന്നത് വരെ അമ്മ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ആന്റി വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. എപ്പോഴും ദൈവം എന്റെ പക്ഷത്താ. ഞാൻ വളരെ നല്ലവനാണെന്നേ. ആന്റി വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. ഞാൻ ശുദ്ധനാ, പരമശുദ്ധൻ. ചിലപ്പോഴൊക്കെ ശുദ്ധൻ ഒരു പരമദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നാ. എന്തുകൊണ്ട്? ഞാനൊരു അച്ഛനാവുന്നത് വരെ ആന്റിയുടെ നാവ് ചലിക്കരുത്. അതിപ്പോ എന്റെ ആവശ്യമാണ്. കാർത്തി, കളക്ടറമ്മ വിളിക്കുന്നു, ഒന്ന് സംസാരിക്കാവോ?
ഹലോ 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 കേൾക്കാമോ? ഹലോ ഹലോ മാഡം, ഹലോ 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 ഹലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടായി? അവിടെ വിളിച്ചിട്ട് കിട്ടിയില്ല. വൈക കട്ടായി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര റേഞ്ച് ഇഷ്യൂ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഇനിയിപ്പോ ചെയ്യാനൊന്നുമില്ല, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. എപ്പോഴെങ്കിലും വൈകി തിരിച്ചു വിളിക്കുമല്ലോ, അപ്പൊ ചോദിക്കാം വരണോ വേണ്ടയോന്ന്. ചേട്ടായി ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് തന്നെ പോവാൻ തീരുമാനിച്ചു. ചേട്ടായി വാ. ഇതിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചേട്ടായി ഒന്ന് ബൈക്ക് നിർത്തിയേ. ഹലോ മാഡം, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കും മാഡം. ആ തിരിക്കേണ്ടെന്ന് പറയാനാ ഞാൻ വിളിച്ചേ. അയ്യോ അതെന്ത് പറ്റി? ഞാൻ വന്നോളാം മാഡം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതല്ല കളക്ടറമ്മ, അമ്മ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളങ്ങോട്ട് തിരിച്ചു വരാം.